പ്രിയപ്പെട്ട സോമൻ ചേട്ടായിയുടെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. സോമൻ ചേട്ടായി പറയുന്നത് പാറയിൽ ഏലിയ സക്കറിയ ക്ലീബി സിനിമയുടെ നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു എന്നാണ്. സോമൻ ചേട്ടായി 1983 ഏറ്റവും പ്രായം കുറഞ്ഞ ജ്ഞാനായ കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്ന ആളാണ് ഏലിയ സക്കറിയ. 3 തവണ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ കാലയളവിൽ ഉപരാഷ്ട്രപതി വരെ പങ്കെടുത്ത സമുദായത്തിൽ പരിപാടികൾ നടന്നിട്ടുണ്ട്. അന്ന് ഈ സമുദായത്തിന് പേരും പെരുമയുണ്ട്. അതെല്ലാം പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതുപോലെ 8 തവണ നീലപ്പേരിപ്പള്ളിയിൽ നിന്ന് ഏലിയ സക്കറിയ വിജയിച്ചിട്ടുണ്ട്. പിന്നീട് ചില സാഹചര്യങ്ങളുണ്ടായി. തിരുമേനി വന്ന് മദ്ബായിൽ നിന്ന് വ്യക്തിപരമായി ആക്ഷേപിക്കുകയും മെത്രാച്ചന്റെ പ്രവർത്തനവും SKSകാരുടെ പ്രവർത്തനവും ഒക്കെ നടത്തി തോപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സേവോറിയസ് മെത്രാച്ചന്റെ കാലത്തും ഏലിയ സക്കറിയ പാറയിൽ സെക്രട്ടറി ആയിട്ടിരുന്നുണ്ട്. ആ കാലത്ത് തിരുമേനിമാരെയും വൈദികരെയും എല്ലാം ചേർത്ത് പിടിച്ച് തന്നെയാണ് പോയിരുന്നത്. ഇന്നത്തെ പോലെ കേസും ഇല്ലായിരുന്നു, അന്ന് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? സമുദായത്തിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്, പള്ളിയിൽ ചെന്നാൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ. ഇതൊക്കെ പറയുന്നവരെല്ലാം ചാവേറുകളെ വെച്ച് ആക്രമിക്കുക എന്നുള്ള പരിപാടിയല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സോമൻ ചേട്ടായി പറഞ്ഞല്ലോ ഏതാണ്ടൊക്കെ അടിച്ചോണ്ട് പോയത് ഏലിയ സക്കറിയ. ഈ അടിച്ചോണ്ട് പോയത് എന്താണെന്നുള്ള വിശദമായിട്ട് തെളിവ് സഹിതം പറ. അല്ല സോഷ്യൽ മീഡിയ കൂടെ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് തെളിയിക്കേണ്ട ബാധ്യത സോമൻ ചേട്ടായിക്കില്ലേ? സോമൻ ചേട്ടായുടെ ചെറുപ്രായത്തിൽ പാറക്കാര് എന്ത് ബിസിനസ് ചെയ്തിട്ടുണ്ടെന്നും അവർ നല്ല ഒന്നാന്തരം ബിസിനസ് ചെയ്തിട്ടുള്ളതെന്നും സോമൻ ചേട്ടായിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഇപ്പം കുറെ ചാവേറുകളെ വെച്ച് അതും ഇതും പറഞ്ഞ് തളർത്തിക്കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്റെ സോമൻ ചേട്ടായി. ഇതൊക്കെ കണ്ടും കേട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ പുറത്തിരിപ്പുണ്ട്. നമ്മളൊക്കെ ഇത് പോട്ടെ, എന്താണ് കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് മാറി മാറി പോകുന്നുണ്ടല്ലേ. പലരുടെയും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. അതൊക്കെ സോമൻ ചേട്ടായി നിങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾ തലപ്പത്തിരിക്കുമ്പം നിങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്, അത് പാടില്ല എന്ന് പറയാവുന്നുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ സോമൻ ചേട്ടായിക്ക്. അതെന്തുകൊണ്ട് സോമൻ ചേട്ടായി പറയാത്തത്? ഈ ഓരോരുത്തരുടെ ചരിത്രം തിരക്കുക. ഈ ചരിത്രം തിരക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പല ചരിത്രങ്ങളും പറയാൻ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതൊക്കെ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നോമ്പ് കാലത്ത്, നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ആത്മശുദ്ധീകരണം നടത്തി ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ പുതുക്കിയെടുക്കുന്നതായ ഇതാണ് നമ്മുടെ നോയമ്പെന്ന് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ നമ്മുടെ സമുദായത്തിൽ? പണ്ട് കാലത്തൊക്കെ വൈദികര് വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുമ്പോൾ തലേന്ന് ശുദ്ധീകരണം നടത്തി ആഹാരക്രമങ്ങൾ വരെ ശുദ്ധീകരിച്ച് ഇറച്ചി മീനും പോലും ഉപയോഗിക്കാതാണ് പിറ്റേ ദിവസം വിശുദ്ധ ബലിക്ക് കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ? എവിടാ ചെന്ന് നിൽക്കുന്നത്? നമ്മുടെ വിശ്വാസങ്ങളെല്ലാം പോയില്ലേ? വിശ്വാസങ്ങളെല്ലാം മാറ്റി എഴുതുക. കമ്മിറ്റിക്കാർ കൂടിയാണ് വിശ്വാസങ്ങൾ എഴുതുന്നത്. അന്നേരം ഈ കമ്മിറ്റിക്കാരെ എഴുതി കൊടുക്കുന്ന നാളെ ചാക്കോയും ഔസേപ്പും പത്രോസിന്റെ ഒക്കെ പേര് ഒരു കമ്മിറ്റിക്കാരൻ എന്ന് പറയാം ഉപദിനാത്തൊക്കെ എഴുതി കൊടുത്തിട്ട് വായിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ മുതൽ വായിക്കുമായിരിക്കുമല്ലോ. അതാണ് നമ്മുടെ വിശ്വാസങ്ങൾ. ഈ കാലഘട്ടത്തിൽ നടന്നുപോയ സാഹചര്യങ്ങൾ അങ്ങനെയാണോ? അല്ലല്ലോ. ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ സഭയുടെയും വിശ്വാസികളുടെയും ധനമല്ലേ ഈ കോടതി കൊണ്ട് വ്യവഹാരം നടത്തി ചെലവാക്കുന്നത്. അത് ആ പൈസയൊക്കെ പരിശുദ്ധ സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്.